പ്രധാന വാർത്തകൾ. പ്രതിഷേധം കനത്തിട്ടും മുകേഷിന്റെ രാജിയിൽ സിപിഐഎമ്മിന് മൗനം. സംസ്ഥാന സമിതി നാളെ തീരുമാനമെടുത്തേക്കും. മുകേഷിന്റെ ജാമ്യ ഹർജി പരിഗണിച്ച ജഡ്ജിയെ മാറ്റണമെന്ന് അനിൽ അക്കര. കോടതിയിൽ ഹാജരായി രഹസ്യമൊഴി നൽകി പരാതിക്കാരി. രാജി ആവശ്യപ്പെട്ട് ഇന്നും പ്രതിഷേധം. കോൺഗ്രസ് എംഎൽഎമാർ രാജിവെച്ചില്ലെന്ന വാദം ബാലിശമെന്ന് ബൃന്ദ കാരാട്ട്. രാജി ആവശ്യപ്പെട്ട ആനി രാജയെ വിമർശിച്ച് ബിനോയ് വിശ്വം. അമ്മയ്ക്ക് പിന്നാലെ ഫെഫ്കയിലും രാജി. ആഷിഖ് അബു രാജിവെച്ചു. ബി ഉണ്ണികൃഷ്ണന് രൂക്ഷ വിമർശനം. കാപട്യം നിറഞ്ഞ നേതൃത്വമെന്ന ആക്ഷേപം. ബ്രോഡാഡിയുടെ സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ പീഡിപ്പിച്ചെന്ന പരാതിയുമായി യുവതി. പ്രതി മൻസൂറിനെ സംരക്ഷിക്കുന്നത് കൊല്ലത്തെ സിപിഐഎം നേതൃത്വമെന്നും അതിജീവിത. ജൂണില് അവിടെ പോലീസുകാരുണ്ടായിരുന്നു. അപ്പൊ ഈ വ്യക്തിനെ ഇങ്ങനെ ട്രേസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ കുഞ്ഞിച്ചന്തു എന്ന് പറയുന്ന സിപിഎം പാർട്ടിയുടെ പ്രവർത്തകനും റഷീദിനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. കുഞ്ഞിച്ചന്തുവിന്റെ വീട്ടിലായിരുന്നു മൻസൂർ റഷീദിനെ അവർ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. അപ്പം കുഞ്ഞിച്ചന്തുവിന്റെ വീട് വളർന്നെങ്കിലും കേരള പോലീസ് ഓച്ചിറ പോലീസ് സ്റ്റേഷനിൽ ഇവിടുന്ന് ആരോ ഒരാള് ഇങ്ങനെ ഈ കുഞ്ഞിച്ചന്തു എന്ന് പറയുന്ന വ്യക്തിക്ക് നേരത്തെ ഇൻഫർമേഷൻ കൊടുത്തു. അതനുസരിച്ച് ഇവര് രണ്ടുപേരും വേഗം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങി. തിരുവനന്തപുരം സ്വദേശിയുടെ പരാതിയിൽ ജയസൂര്യക്കെതിരെ കേസ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ തേടി ദേശീയ വനിതാ കമ്മീഷൻ. ഒരാഴ്ചയ്ക്കകം പൂർണ്ണരൂപം കൈമാറണമെന്ന് ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം. വയനാട് ദുരന്തം നടന്നിട്ട് ഒരു മാസം. 78 പേരെ ഇനിയും കണ്ടെത്താൻ ബാക്കി. മേപ്പാടിയിലും കൽപ്പറ്റയിലും ടൗൺഷിപ്പിന് സർക്കാർ ആലോചന. അട്ടമലയിൽ വേണമെന്ന് പ്രദേശവാസികൾ. സംസ്ഥാനത്ത് പരക്കെ മഴ. 10 ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ്. മലപ്പുറത്ത് ഇടിമിന്നലേറ്റ് യുവാവ് മരിച്ചു. ഭൂതത്താൻ ഡാമിന്റെ 11 ഷട്ടറുകൾ തുറന്നു. ആഭ്യന്തര വകുപ്പിനെതിരെ PV അൻവർ MLA. ADGP MR അജിത് കുമാർ പോലീസിൽ ക്രിമിനലുകളെ വളർത്തുന്നു. മലപ്പുറം SP-ക്കെതിരെ പരസ്യ സമരം. SP ഓഫീസിലെ മരങ്ങൾ മുറിച്ചുമാറ്റിയതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധം. ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് പുതിയ ഇടയൻ. മാർ തോമസ് തറയിലിനെ ആർച്ച് ബിഷപ്പായി നിയമിച്ചു. മാർ പ്രിൻസ് ആന്റണി പാനങ്ങാടൻ ഷംഷാദ് രൂപത ബിഷപ്പ്. നാദാപുരത്ത് KSRTCയും സ്വകാര്യ ബസും കൂട്ടിയിടിച്ചു. നിരവധി പേർക്ക് പരിക്ക്. ചാത്തന്നൂരിൽ ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറി മറിഞ്ഞു. ഹരിപ്പാട് നിയന്ത്രണം വിട്ട സ്കൂട്ടർ കടയിലേക്ക് ഇടിച്ചു കയറി. ബലാത്സംഗ കുറ്റം ചുമത്തിയ കൊല്ലം MLA M മുകേഷിന്റെ രാജിയിൽ ഇടതുമുന്നണിയിൽ ഭിന്നത രൂക്ഷം. രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച് CPI നിൽക്കുമ്പോൾ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ചയായില്ല. നാളെ സംസ്ഥാന സമിതി വിഷയം ചർച്ച ചെയ്യും. കൊല്ലത്ത് നിന്നുള്ള നേതാക്കളുടെ അഭിപ്രായവും മുകേഷിന് പറയാനുള്ളതും യോഗം പരിഗണിക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുൺ, സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്തില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരമെങ്കിലും CPIM-നെ സംബന്ധിച്ചിടത്തോളം അത് ചർച്ച ചെയ്യാതിരിക്കുക എന്നത് അസാധ്യമാണല്ലോ. ഇനിയിപ്പോൾ സംസ്ഥാന സമിതിയിൽ കൃത്യമായൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? വലിയ പ്രതിരോധത്തിലല്ലേ പാർട്ടി? CPM-ന്റെ പ്രതിരോധത്തിലാണ്. പക്ഷേ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഈ വിഷയം ചർച്ച ചെയ്തില്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. നാളെ സംസ്ഥാന സമിതി യോഗം ചേരുന്നുണ്ട്. സംസ്ഥാന സമിതിയിലും ഒരു അജണ്ടയായി ഈ വിഷയമില്ല. അജണ്ടയ്ക്ക് പുറത്തുനിന്ന് വരാനുള്ള സാധ്യതയും കുറവെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല സംഘടനാ വിഷയങ്ങളാണുള്ള ചർച്ച ചെയ്യുന്നത്. പ്രധാനമായും സംഘടനാ വിഷയങ്ങളും വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് പ്രധാന ചർച്ചയായി സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന സമിതിയിൽ വരിക. അവിടെയും ഈ വിഷയം വരില്ല എന്ന് തന്നെയാണ് നേതാക്കൾ സൂചിപ്പിക്കുന്നത്. അനൌദ്യോഗിക ചർച്ചകളുമൊക്കെ പല തലങ്ങളിൽ നടക്കുന്നുണ്ട്.
മുകേഷ് രാജിവെക്കേണ്ട എന്ന നിലപാടിലേക്ക് തന്നെ CPM പോകുന്നു എന്നതിന്റെ സൂചനകളാണ് ലഭിക്കുന്നത്. രാജി വച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകും. അവിടെ ജയിക്കാനായ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ പോലും ഫീൽഡ് ചെയ്യാൻ CPM-ന് കഴിയില്ല എന്നൊരു അഭിപ്രായമുണ്ട്. മാത്രമല്ല 2 UDF കോൺഗ്രസ് MLA-മാരുടെ സമാനമായ കേസിൽ പ്രതികളായ കോൺഗ്രസ് MLA-മാരുടെ കാര്യം CPM നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. ഈ പരാതിയിലും ചില വ്യക്തകൾ അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങൾ നേതൃത്വത്തിന് മുമ്പാകെ വന്നിട്ടുണ്ട്. മുകേഷ് ഈ കാര്യങ്ങളിൽ തന്നെ കള്ളപ്പരാതിയിൽ കൊടുക്കുകയാണ്. ഈ സ്ത്രീക്കെതിരെ തന്റെ പക്കൽ തെളിവുകളുണ്ട് എന്ന് CPM നേതൃത്വത്തെ അറിയിച്ചതായാണ് സൂചന. അതും CPM നേതൃത്വം പരിഗണിക്കുന്നുണ്ട്. അതുകൂടി പരിശോധിച്ചാകും ഇതൊരു കൃത്യമായ തീരുമാനമെടുക്കുക. പുറമേ പറയുന്നില്ലെങ്കിലും രാജിവെക്കേണ്ട ആവശ്യമില്ല, രാജി തെറ്റായ കീഴ്വഴക്കമാകും ഇത്തരത്തിലുള്ള ഒരു വികാരമാണ് പൊതുവിൽ നേതൃത്വത്തിനെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് VV അരുൺ നൽകിയത്. മുകേഷിന്റെ രാജിയിൽ CPIM സെക്രട്ടേറിയറ്റിന് മൗനമാണ്. മുകേഷിന്റെ ജാമ്യഹർജി പരിഗണിച്ച ജഡ്ജിയെ മാറ്റണമെന്ന് അനിൽ അക്കര ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുകയും ചെയ്തു. അതേസമയം ബൃന്ദ കാരാട്ട് വലിയ വിമർശനവുമായി രംഗത്തെത്തി. കോൺഗ്രസ് MLA-മാർ പ്രതികളായിട്ടുണ്ടല്ലോ എന്ന വാദം ഉയർത്തി പ്രതിരോധിക്കുന്നത് ബാലിശമെന്നാണ് പാർട്ടി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ബൃന്ദ കാരാട്ട് വ്യക്തമാക്കിയത്. ഏതു മേഖലയിലും സ്ത്രീകൾക്ക് സുരക്ഷിതമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ സ്വീകരിച്ച നടപടികളെ ബൃന്ദ പ്രശംസിച്ചു. ധാർമ്മികത മുൻനിർത്തി മുകേഷ് മാറി നിൽക്കണമെന്നാണ് CPIയുടെ നിലപാട്. എന്നാൽ രാജി ആവശ്യപ്പെട്ട് പരസ്യമായി രംഗത്ത് വന്ന ആനി രാജയെ ബിനോയ് വിശ്വം തള്ളി. ആരോപണ വിധേയരായ ആളുകളെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന പവർ ഗ്രൂപ്പ് CPIM-ൽ ഉണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുകേഷ് വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് CPIM ആണ്. പാർട്ടിയിൽ ഉള്ളവർ മുകേഷിനെ എതിർത്തിട്ടും മുഖ്യമന്ത്രി അനങ്ങുന്നില്ല. മലയാള സിനിമ നാണക്കേടിലേക്ക് പോകുന്നതിന്റെ ഉത്തരവാദിത്തം സർക്കാരിനെന്നും സതീശൻ വിമർശിച്ചു. ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് മുകേഷും CPM-ഉം ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഡയലൂട്ട് ചെയ്തെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഞാൻ അതല്ല ഡയലൂട്ട് ചെയ്ത്. മുകേഷ് തീരുമാനം എടുക്കില്ലല്ലോ രാജിവെക്കാൻ. അദ്ദേഹം സ്വയം തീരുമാനം എടുത്തില്ലല്ലോ. അപ്പൊ CPM ആണ് എടുക്കേണ്ടത്. CPM എടുക്കുന്നില്ല. ഇപ്പൊ CPM പ്രതിക്കൂട്ടിലായില്ലേ. CPM-ന്റെ ഓട് ഇടതുപക്ഷത്തിലെ ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകളെ സമ്മർദ്ദം ചെലുത്തിയിട്ടും പാർട്ടിയിലെ നേതാക്കളെ സമ്മർദ്ദം ചെലുത്തിയിട്ടും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അനങ്ങുന്നില്ല. CPM കേരളത്തിലെ നേതൃത്വം അനങ്ങുന്നില്ല. അവര് യഥാർത്ഥത്തിൽ ഈ ആരോപണ വിധേയനായ ആളെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന നിലപാടെടുത്ത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പരിഹാസ്യരായി നിൽക്കുന്ന രംഗം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് CPM തീരുമാനം എടുക്കണം. CPM തീരുമാനം എടുക്കൂല. തീർച്ചയായിട്ടും ഇവരെ സംരക്ഷിക്കുന്ന വലിയൊരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം CPM-ൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്ക് പൂർണ്ണമായ സംരക്ഷണം കൊടുക്കുന്ന ഒരു പവർ ഗ്രൂപ്പ്. അതിലെ അവിടെ ബൃന്ദ കാരാട്ടിന് എന്ത് കാര്യം, അവിടെ ആനി രാജയ്ക്ക് എന്ത് കാര്യം, ബിനോയ് വിശ്വത്തിന് എന്ത് കാര്യം? അവർ ദുർബലരാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ പവർ ഗ്രൂപ്പ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ്. മുകേഷ് ഉൾപ്പെടെയുള്ള 7 പേർക്കെതിരെ മൊഴി നൽകിയ ആലുവ സ്വദേശിയായ പരാതിക്കാരി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരായി രഹസ്യമൊഴി നൽകി. ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും സർക്കാർ വിശ്വാസമുണ്ട് എന്നും പരാതിക്കാരി പറഞ്ഞു. അതേസമയം മുകേഷിന്റെ ജാമ്യഹർജി പരിഗണിക്കുന്ന ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് അനിൽ അക്കര രംഗത്തു വന്നു. മുകേഷിനെതിരായ പരാതിയിൽ പരാതിക്കാരിയായ നടി ഇന്ന് എറണാകുളം 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുൻപാകെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങേയറ്റം വിശ്വാസത്തോടുകൂടി സർക്കാരിൽ അങ്ങേയറ്റം വിശ്വാസമർപ്പിച്ച് മുഖ്യമന്ത്രിയുടെ അപമാനിതരായ സ്ത്രീകൾക്കെല്ലാം പിന്തുണ നൽകും എന്നുള്ള വാക്യങ്ങളാണ് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആർജവം നൽകിയത് എന്ന് നടി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. സത്യസന്ധമായ എല്ലാ കാര്യവും താൻ മജിസ്ട്രേറ്റിന് മുൻപാകെ പറഞ്ഞിട്ടുണ്ട്. ദൈവം സാക്ഷിയായാണ് ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിയത്. ഇതിന് കൃത്യമായ നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് വിശ്വാസമെന്നുമാണ് നടി പറഞ്ഞത്. പരാതിയിൽ ഇപ്പോഴും അതേപോലെ ഒരു മാറ്റമില്ല, ഉറച്ചു തന്നെ നിൽക്കുകയാണ്. രഹസ്യമൊഴിയിൽ എല്ലാ തെളിവുകളോടും കൂടി സത്യസന്ധമായിട്ട് ദൈവസത്യവും ഇട്ടിട്ടാണ് ഞാൻ ജഡ്ജിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ആർജവം എനിക്ക് കിട്ടിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്ന ഏതെങ്കിലും സ്ത്രീകൾ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരാതിയുമായി മുന്നോട്ട് വന്നാൽ അവർ ഏത് പ്രമുഖനായാലും അവർക്കെതിരെ ഞങ്ങൾ ആക്ഷൻ എടുക്കും എന്നൊരു ആർജവത്തിലാണ് ഞാൻ ഇത്രയും ബോൾഡായിട്ട് ഞാൻ ഈ പരാതിയുമായി ഞാൻ ഇറങ്ങിയത്. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും കേസിന്റെ എല്ലാ കാര്യങ്ങളും തന്നെ കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ മുഖ്യമന്ത്രിയോട് നന്ദി പറയാണ്.
ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഊർജ്ജസ്വലരായ ഈ അംഗങ്ങളെ ഏർപ്പാടാക്കി തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇതിനു മുൻപ് അതായത് 3:30 മണിക്കാണ് ഈ മൊഴിയെടുക്കൽ ആരംഭിച്ചത്. എറണാകുളം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് മുൻപാകെയാണ് മൊഴിയെടുക്കൽ നടന്നത്. ഈ മൊഴിയെടുക്കൽ ആരംഭിക്കുന്നതിന് മുൻപുള്ള സമയത്ത് അന്വേഷണ സംഘത്തിന്റെ പുതിയ ചുമതല നൽകിയ ഡിവൈഎസ്പി ചേർത്തല ഡിവൈഎസ്പി ആയ KV ബെന്നി അവരുമായി മൊഴിയെടുപ്പ് നടത്തി. ഇന്നലെ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന പൂങ്കുഴലി SP-യും അതുപോലെ അജിത ബീഗവും ഇന്നലെ മൊഴിയെടുപ്പ് നടത്തി. അതിനുശേഷം ഇന്ന് പൂങ്കുഴലിയുടെ സാന്നിധ്യത്തിലാണ് KV ബെന്നി വീണ്ടും നടിയുമായി സംസാരിച്ചത്, നടിയുടെ മൊഴിയെടുപ്പ് നടത്തിയത്. മൊഴിയിൽ വ്യക്തത വരാനുണ്ട് എന്നാണ് അന്വേഷണ സംഘം ആ കാര്യവുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത്. എന്തായാലും ഇന്ന് അന്വേഷണ സംഘത്തിന് മുൻപാകെ മൊഴിയെടുപ്പ് നടത്തിയ ശേഷം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുൻപാകെ നടി രഹസ്യമൊഴി നൽകിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ആരോപണം അനിൽ അക്കരയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഹണി എം വർഗീസിനെ ഇതിൽ നിന്നും ചുമതലയിൽ നിന്നും മാറ്റണം, അതായത് എറണാകുളത്ത് മുകേഷിന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ജഡ്ജിയെ മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അനിൽ അക്കരെ പരാതി നൽകിയിരിക്കുന്നത്. ഹൈക്കോടതി രജിസ്ട്രാർക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ട്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജായ ഹണി എം വർഗീസ് തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ മകളാണ്. മാത്രമല്ല തൃശൂരിൽ നിന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-നെ പ്രതിനിധീകരിച്ച് മത്സരിച്ച ആൾ കൂടിയാണ് ഹണി എം വർഗീസ്. അതുകൊണ്ട് തന്നെ ഇതിൽ CPM ഇടപെടൽ, CPM MLA മുകേഷിന് വേണ്ടി പാർട്ടി തലത്തിൽ ഇടപെടൽ നടത്തുമെന്നൊരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മാത്രമല്ല മുകേഷിന് അനുകൂലമായ, അതായത് ഈ 3-ാം തീയതി വരെ മുകേഷിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് 5 ദിവസത്തേക്ക് മുകേഷിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഇടക്കാല വിധിയും സമ്പാദിച്ചതും ഹണി എം വർഗീസ് വഴിയാണ് എന്നുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് അങ്ങനെയുള്ള അത്തരത്തിലുള്ള CPM സ്വാധീനമുള്ള ഒരു ജഡ്ജി മുകേഷിന്റെ കേസ് പരിഗണിക്കുന്നത് എന്ന ആശങ്ക ബാക്കിയുണ്ട് എന്നാണ് അനിൽ അക്കരെ ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി രജിസ്ട്രാർക്ക് മുൻപാകെ അനിൽ അക്കരെ പരാതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല നടിയെ ആക്രമിച്ച കേസിലും ആരോപണ വിധേയയായ ജഡ്ജാണ് ഹണി എം വർഗീസ്. 3 തവണ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള മെമ്മറി കാർഡ് 3 തവണ പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായതും ഹണി എം വർഗീസിന്റെ മേൽനോട്ടത്തിൽ കേസുണ്ടായിരുന്ന സാഹചര്യത്തിലാണ് ജഡ്ജിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് നടി പരാതി നൽകിയിട്ട് പോലും അതിൽ നടപടി ഉണ്ടായില്ല എന്നുള്ള സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ടെന്നും അനിൽ അക്കരെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. മുകേഷ് പരാതിക്കാരിക്കെതിരെ ഡിജിറ്റൽ തെളിവുകളടക്കം അഭിഭാഷകന് കൈമാറി. തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലെത്തിയാണ് മുകേഷ് അഭിഭാഷകനെ കണ്ടത്. പരാതിക്കാരിയുമായി നടത്തിയ വാട്സാപ്പ് ചാറ്റുകൾ, ഇമെയിൽ തുടങ്ങിയ ഡിജിറ്റൽ തെളിവുകൾ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന 2-ാം തീയതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുകേഷ് ഹാജരാക്കും. കൊച്ചിയിൽ ഇന്ന് ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ട ചർച്ചയാണ് മുകേഷ് അഭിഭാഷകനുമായി നടത്തിയത്. അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജിയോ പോളിന്റെ വസതിയിൽ വെച്ചായിരുന്നു, വടവുകോടുള്ള വസതിയിൽ വെച്ചായിരുന്നു ചർച്ച നടത്തിയത്. പ്രധാനമായും തന്നെയും ഇത് വരുന്ന ദിവസങ്ങളിൽ കേസ് പരിഗണിക്കുകയാണ്. 5 ദിവസത്തെ ഒരു സാവകാശമാണ് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതി നൽകിയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ അതിൽ എന്താണ് ഇനി പറയുവാനുള്ളത്? കാരണം മുൻകൂർ ജാമ്യാപേക്ഷ അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനാണ് മുകേഷിന്റെ ഒരു തീരുമാനം, അഭിഭാഷകരടക്കമുള്ള ഒരു തീരുമാനം വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള എന്ത് കാര്യങ്ങളാണ് കോടതിയിൽ ഇനി ബോധിപ്പിക്കാനുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. കാരണം മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോകുമ്പോൾ അതിനൊരു തിരിച്ചടി നേരിടുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായി മുകേഷ് MLA കൂടിയാണ്. MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാമാണ് നടത്തുന്നത്. ഓരോ ദിവസവും അത് കൂടുതൽ കരുത്താർജിക്കുകയാണ്, അത്തരമൊരു ആവശ്യം കരുത്താർജിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മുകേഷ് ഉള്ളത്. അപ്പോൾ കോടതിയിൽ നിന്നുള്ള ഏത് നിരീക്ഷണവും മുകേഷിനെ തിരിച്ചടിയാവും. മുകേഷിന് ആ രീതിയിലുള്ള കോടതി എതിരായിട്ട് പറയുകയാണെങ്കിൽ, അത്തരം നിരീക്ഷണങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ വലിയ രീതിയിൽ അതൊരു തിരിച്ചടിയിലേക്ക് വരും. മുൻകൂർ ജാമ്യം അടക്കമുള്ള കാര്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ ഇതെല്ലാം പ്രതികൂലമായി തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് നിലപാടാണ് ഇനി സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടത്? അത് കോടതിയിലായാലും കോടതിക്ക് പുറത്തായാലും അത്തരം കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. കാരണം നിയമവൃത്തങ്ങളുമായി അത്തരം കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിരീക്ഷണങ്ങൾ പ്രതികൂലമാകുമെങ്കിൽ ആ രീതിയിൽ തന്നെ പോകേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് മുകേഷ് ഇന്ന് കൊച്ചിയിലേക്ക് എത്തുകയും അഭിഭാഷകനുമായി ഏതാണ്ട് 1 മണിക്കൂറിലധികം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. മുകേഷ് തുടക്കത്തിൽ പറയുന്നത് പോലെ തനിക്ക്
ഇത്തരം ഒരു ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ചിലത് പറയാനുണ്ട്. ചില ഡിജിറ്റൽ തെളിവുകൾ അടക്കം തനിക്ക് കൈമാറാൻ കഴിയും. തൻ്റെ ഭാഗം നീതീകരിക്കുന്നതിന് വേണ്ടി, തൻ്റെ ഭാഗം വ്യക്തമാക്കുന്നതിന് വേണ്ടി അങ്ങനെ ചില കാര്യങ്ങൾ തൻ്റെ കൈകളിലുണ്ട്. അത് കൈമാറാനായിട്ട് സാധിക്കുമെന്ന് മുകേഷ് നേരത്തെയും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ അഭിഭാഷകനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ ആ രീതിയിൽ കൈമാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ കേസ് പരിഗണിക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ കോടതിയിലേക്ക് എത്തും. കോടതിയിൽ കൂടുതൽ മുകേഷിന്റെ കാര്യത്തിൽ മുകേഷിന്റെ നിലപാട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ പ്രതിഷേധങ്ങൾ കനക്കുന്ന സാഹചര്യത്തിൽ പോലീസ് അകമ്പടിയോടുകൂടിയാണ് മുകേഷ് കൊച്ചിയിലേക്ക് എത്തിയത്, തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് എത്തിയത്. അതിനുശേഷം മാധ്യമങ്ങളുടെ കണ്ണിൽപ്പെടാതെ തന്നെയാണ് ഈ കൂടിക്കാഴ്ച നടക്കുകയും ചെയ്തത്. മുകേഷ് അതിനുശേഷം തിരിച്ച് തിരുവനന്തപുരത്തേക്ക് മടങ്ങുകയും ചെയ്തു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. സ്വർണ്ണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം ഗ്രാമിന് 6705 രൂപ, പവൻ 53,640. 18 ക്യാരറ്റ് ഗ്രാമിന് 5550, പവൻ 44,400. വെള്ളി ഗ്രാം 92, കിലോ 92,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.